ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കലത്തപ്പമാണ്. പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു കലത്തപ്പം, നല്ല ആരെടുത്ത കലത്തപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു കലത്തപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയും ഈ ഒരു കലത്തപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുക്കർ എടുക്കുമ്പോൾ മാക്സിമം അലുമിനിയം കുക്കറിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റീൽ കുക്കർ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റീൽ കുക്കറിലാവുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 6 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ അത്. ഇത് 250 ml കപ്പിലാണ് എടുത്തത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഏലക്കായാണ് ഞാൻ ചേർക്കുന്നത്. ചെറുതായതുകൊണ്ട് 3 എണ്ണം എടുത്തു, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയ ജീരകം. ചെറിയ ജീരകം നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനിയാണ് നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നെയ്ച്ചോറാണ്. ഞാൻ തലേ ദിവസം വെച്ച നെയ്ച്ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് ചോറ് എന്ന കണക്കാണ്. അപ്പം നെയ്ച്ചോറ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചോറ് ഉപയോഗിച്ചാലും മതി. അതൊരു 3/4 കപ്പ് വേണമെന്നേ ഉള്ളൂ കേട്ടോ. 2 കപ്പ് അരിക്ക് 3/4 കപ്പ് ചോറ്, അതാണ് കണക്ക്. ഇനി നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് ഇത് അരച്ചെടുക്കാനും ശർക്കര പാനി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എല്ലാം കൂടെ 3 കപ്പ് വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണത്. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിതിൽ ഒട്ടും തേങ്ങ അരച്ച് ചേർക്കണില്ല. തേങ്ങ ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരയുടെ മധുരമാണല്ലോ, അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവിലേക്ക്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കണം. ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ഈ ഒരു മാവിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മൾ 1.5 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഉപയോഗിച്ചു, ഇനിയുള്ളത് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ ആ 1 കപ്പ് വെള്ളം കൊണ്ട് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തതാണ് കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയെടുത്തു. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ നമ്മുടെ ആ ഒരു മാവ് വേവായിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചും കൊടുക്കുക. പിന്നെ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ കലത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ പിരിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവാണെങ്കിൽ കറക്റ്റായിരിക്കും. 2 കപ്പ് അരിയും അതുപോലെ തന്നെ 3 കപ്പ് വെള്ളം കേട്ടോ, അത് കറക്റ്റായിട്ടുള്ള അളവാണ്. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അപ്പോൾ നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ കലത്തപ്പം എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്, കോരി മാറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് 2 പാർട്ടായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം മറ്റേ ഒരു കലത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ളതും ഇപ്പോൾ തന്നെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ കോരി മാറ്റി. അതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ താഴെ ആയിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തത്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ച കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ ആ ഒരു മൂപ്പിച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരിക. ഇനി ഇത് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരും. ആ ഒരു സമയത്ത് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് അടച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ വിസിൽ വേണ്ട, വിസിലില്ലാണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണത്. പിന്നെ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കിടക്കണത്. ഇതുപോലെ 2 മിനിറ്റ് വെക്കുക. ശേഷം ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആവി വരൂലേ, ആ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വിസിൽ വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം തുറന്നു കൊടുത്താൽ മതി കേട്ടോ. മിനിമം 15 മിനിറ്റ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരിക്കലും തുറക്കരുത്. അപ്പോൾ നമുക്ക് വേവായിട്ട് കിട്ടൂല നമ്മുടെ കലത്തപ്പം. അപ്പോൾ അത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് തുറന്നത്. അപ്പോൾ അത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ അളവിൽ തന്നെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സും പറയുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക്